എല്ലാവർക്കും ഞങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഗോൾഡ് ഇയറിങ്സിൻ്റെ കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സപ്പോർട്ടൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ പോയി കാണുക. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കമ്മലും എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം കൂടുതൽ കമ്മലും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആരെങ്കിലുമൊക്കെ വാങ്ങി തരുന്നതായിരിക്കും. പിന്നെ ഞാനിങ്ങനെ കടയിലൊക്കെ പോയി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക ഷോപ്പിലൊന്നും പോയി പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. കൂടുതലും അറിയാമല്ലോ, നമുക്ക് ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉത്സവത്തിന് പോകുന്ന സമയത്ത് അതുപോലെ SN സ്ട്രീറ്റിൽ കുറേ ബംഗാളീസൊക്കെ കച്ചവടം നടത്താറുണ്ട് കമ്മൽ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കൂടുതലും വാങ്ങാറ്. എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കമ്മലും അവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഞാനിങ്ങനെ ഒരുപാട് അങ്ങനെ കമ്മലിനായിട്ട് പൈസ ചിലവാക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കൂടുതൽ 30, 20, 50 അത് തന്നെ ഞാൻ ബാർഗെയിൻ ചെയ്ത് അങ്ങേയറ്റം ബാർഗെയിൻ ചെയ്തിട്ടാണ് ഞാൻ കമ്മലൊക്കെ വാങ്ങാറ്. വളരെ റെയറായിട്ട് എന്തെങ്കിലും അത്രയും എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് കടയിൽ പോയിട്ട് ഡ്രസ്സിനനുസരിച്ച് എന്തെങ്കിലും ഒന്ന് വാങ്ങേണ്ടത്. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് മീഷോയിലൊക്കെ കാണുവാണെങ്കിൽ വാങ്ങും. അങ്ങനെ വാങ്ങിയൊരു കമ്മലാണ് ഇതായത്. ഇതിൻ്റെ കോഡ് പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ, ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നല്ല കമ്മലാണ്. ഇതിൻ്റെ താഴേക്ക് ഒരു 2 ലെയറും കൂടി ഉണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്താണ്. എനിക്കത് കുറച്ച് ഓവറായിട്ട് തോന്നി. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇരുന്ന് കട്ട് ചെയ്ത് എൻ്റെ ഒരു പാകത്തിനാക്കി. കാണുന്ന സമയത്ത് നമുക്ക് വളരെ വെയിറ്റ് ഉള്ളതായിട്ട് തോന്നും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കാണുന്നവർ ഞാൻ 2-3 തവണ പരിപാടിക്ക് ഞാൻ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 തവണ പരിപാടിക്ക് പോയ സമയത്ത് ആൾക്കാരെടുത്തൊന്ന് കമൻറ്റ് ചെയ്യുന്നു, എന്തിനാണ് ഇത്ര വലിയ കമ്മലിടുന്നത്, കാത് തൂങ്ങിപ്പോകത്തില്ലേ? എൻ്റെ കാത് വേദനയുണ്ടാവും, തൂങ്ങും എന്നുള്ളത് എനിക്കറിയാം. അപ്പം ഞാനതിനനുസരിച്ചാണ് കൂടുതലും ഇടുക. ഒരിക്കലും നമ്മളെ ബോഡിക്ക് ദ്രോഹം വരണം എന്ന് വിചാരിച്ച് നമ്മൾ എന്താ പറയുക കമ്മലും ഇതൊന്നും വാങ്ങി ഇടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കൂടുതലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് പ്രിഫർ ചെയ്യാറ്. എൻ്റെ കയ്യിലുള്ളതും അങ്ങനെയുള്ളത് തന്നെയാണ്. കാണുമ്പോൾ വളരെ ഹെവി ആയിട്ട് തോന്നും. കാണുമ്പം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ വളരെയധികം വെയിറ്റ് ഉള്ള പോലെ തൂങ്ങി പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ വെയിറ്റ് ഇല്ല ഈ സാധനം. ഇതിങ്ങനെ പാറ്റ പോലെ കിടക്കുന്ന കമ്മലാണ് കേട്ടോ. അപ്പം അധികം വെയിറ്റ് ഒന്നുമില്ല, കാണുമ്പോൾ തോന്നുന്നതാണ്. അപ്പോൾ അങ്ങനെ. അപ്പം ഇതാണൊരു കമ്മൽ. പിന്നെ അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഞാനൊരു കോംബോയിൽ ഒരു ഓഫർ കണ്ടപ്പം വാങ്ങിയതാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കമ്മലാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനും അടിയിലേക്ക് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒരു ശംഖ് പോലത്തെ സംഭവം ഇതിന് അടിയിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഞാൻ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് എനിക്ക് വേണ്ട ഒരു രൂപത്തിൽ ഞാൻ ആക്കിയെടുത്തു. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഫംഗ്ഷന് പാർട്ടിക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ചുരിദാറിനേക്ക്. ഇതൊരുവിധം നമുക്ക് ഒരു പാർട്ടി വെയർ ചുരിദാറുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഡ്രസ്സുകൾ, അതിൻ്റെ കൂടെയൊക്കെ ആക്സസറൈസ് ചെയ്താൽ നല്ല ഭംഗിയാണ് സാധനം. പിന്നെ ഉള്ളത് ഇതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇതുപോലെ കുറേ കവറിലാക്കിയിട്ടാണ് ഞാൻ സൂക്ഷിക്കാറുണ്ട്. ശരിയാണ്, കാണുന്നുണ്ടോ? ഇതൊരു റിങ് ടൈപ്പാണ്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഞാൻ പൊട്ടിച്ചിട്ടില്ല ആക്ച്വലി. ഇത് എനിക്ക് ഏട്ടൻ്റെ വൈഫ് വാങ്ങി തന്നാണ്, എൻ്റെ ഏട്ടൻ്റെ വൈഫ്. എനിക്കിത് ഇതുവരെ ഇടേണ്ട സന്ദർഭമൊന്നും വരാത്തത് കൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇട്ടിട്ടില്ല. ഇതാണ് കമ്മൽ. കാണുന്നുണ്ട്, നല്ലൊരു റിങ്ങാണ്. എനിക്ക് ഇങ്ങനത്തത് ഞാൻ അങ്ങനെ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നതിലൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല ആക്ച്വലി. പിന്നെയുള്ള ഒരെണ്ണമാണ് ഇതായത്. ഇത് നല്ലൊരു കമ്മൽ. ഇത് അത്യാവശ്യം കുറേ എണ്ണത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ ഞാൻ ഏതോ ടൗണിൽ SMൻ്റെ അവിടെയുള്ളൊരു ബംഗാളീസിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പം ഇതിനൊന്നും ലിങ്കോ അല്ലെങ്കിൽ ഇത് എവിടുന്നാണ് വാങ്ങി ചോദിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ അങ്ങനെ വാങ്ങിയതാണ് ഞാൻ. ഇതും അതുപോലെ ഞാൻ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയത് തന്നെയാണ്. ഇതിനൊന്നും അങ്ങനെ വിലയില്ല കേട്ടോ. 40, 30, 50 അത്രയേ ഉള്ളൂ. വളരെ ക്യൂട്ടല്ലേ. ഒരുവിധം എല്ലാ ഡ്രസ്സിൻ്റെ കൂടിയും പെയർ ചെയ്യാം. ഇതിൻ്റെ ഒരെണ്ണം ഇവിടെ പൊട്ടിപ്പോയി. അത് ഞാൻ നന്നാക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. നല്ല കമ്മലാണ്. എനിക്ക് എൻ്റെ ഏടത്തിയമ്മ ഈ കഴിഞ്ഞ ഉത്സവത്തിന്, പാലക്കുടുംബ ഉത്സവത്തിന് വാങ്ങി തന്നതായിരുന്നു. ഒരു തവണ പോലും ഇട്ടിട്ടില്ല. അതാണ് എനിക്ക് സങ്കടം. ഞാൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എൻ്റെ കെയർലെസ്നെസ് കൊണ്ടാണ് പൊട്ടിപ്പോയി. പക്ഷെ അത് ഞാൻ നന്നാക്കും, ഞാൻ യൂസ് ചെയ്യും. ഇതും ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് തോന്നുന്നില്ല. പിന്നെ അടുത്ത കമ്മലാണ് ഈ ഒരെണ്ണം. ഇത് അതുപോലെ തന്നെ പിന്നെതാ ഇതൊക്കെ ഏകദേശം ഒരേപോലെ. എനിക്ക് ഇങ്ങനത്തെ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ടൈപ്പ്. ഇത്
ഇതും ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. നിങ്ങളിപ്പോൾ SM സ്ട്രീറ്റ് അത് കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ നിവൃത്തിയൊന്നുമില്ല, ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഷോപ്പായിട്ട് എനിക്ക് പറയാനില്ല. ഇതും അതുപോലെ തന്നെ ഞാനിവിടെ അടുത്തുള്ള ഫാൻസിന്ന് വാങ്ങിയ ഒരു കമ്മലാണ്. ഒരു കുഞ്ഞു ജിംക. പിന്നെന്താ ഇത് വെച്ചിട്ട് കാര്യമില്ല. ഇതെനിക്കിതുപോലെ തന്നെ SM എന്ന് ഹസ്ബൻഡ് വാങ്ങി തന്നതാണ്. ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ പറയുക, ഡ്രസ്സിന് അതുപോലെ ആക്സസറീസ് സാധനത്തിന് ഞാനങ്ങനെ പൈസ ചിലവാക്കാറില്ല. എനിക്കിഷ്ടമല്ല. ഞാനിപ്പോൾ ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ തന്നെ എൻ്റെ ഒരു മാക്സിമം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. അതിൽ കൂടുതൽ ഞാൻ എടുക്കാറില്ല. അതും 1500 എന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയൊക്കെ മാത്രം. അല്ലാതെ ഞാൻ ഡെയിലി 100 രൂപ, 150 രൂപ, 50 രൂപ, ഈവൻ 10 രൂപയ്ക്കൊക്കെ നമ്മൾ SMൽ എന്താ പറയുക ക്ലോത്ത് മെറ്റീരിയലൊക്കെ കിട്ടും. അത് വാങ്ങി തയ്ച്ചിട്ടിട്ടുണ്ട് ഞാൻ. അത്രയും എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇതാ ഈ ഒരു ജുംക. ഇതും ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ഈ ഒരു ഇയറിങ്സ് കാണുന്നത്. ഇതിനും 30 രൂപയാണ്. ഇനി അടുത്തത് കാണുന്നുണ്ടോ? എല്ലാ കളറും ഉണ്ട്. ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. ഇത് ഞാൻ ഒരു അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. ഏതായിരുന്നു അമ്പലത്തിൻ്റെ പേര്? തിരുമാന്താംകുന്ന്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മലപ്പുറത്താണ് തിരുമാന്താംകുന്ന്. അപ്പം അവിടെ പോയപ്പം അവിടുന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഓക്കെ. ഇനി അടുത്തത് ഇയറാണ്. ഇതും അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക 50 രൂപക്കോ മറ്റോ അത് SMൽ ആ ഒരു ബംഗാളീസ് നല്ല അവരെന്താ പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ അങ്ങനെയാണ് പറയാം. അവരെ പേരൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ പറയുന്നതാണ്. ഞാൻ അതിനൊരു നെഗറ്റീവ് പറഞ്ഞു തരണ്ട. പിന്നെ ഇതാ ഈ ഒരു കമ്മൽ. ഇതും അങ്ങനെ തന്നെ വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ അങ്ങനെ വാങ്ങിയതാട്ടോ. അതല്ലാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എടുത്തെടുത്ത് പറഞ്ഞ് ബോറടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കമ്മൽ. പിന്നെ ഇതാ നല്ല ക്യൂട്ടായിട്ടില്ല കാണാൻ. ഇത് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. കുറേ ജീൻസിൻ്റെ കൂടെയോ അല്ലാതെ ഏതൊക്കെയോ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഇതാ നല്ലൊരു ചുങ്ക. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ടൈപ്പ് ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഒരെണ്ണം. ഇതും അതുപോലെ തന്നെ വാങ്ങിയതാണ് ഞാൻ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ജിംക. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ അനിയത്തീൻ്റെ അടുത്തുനിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. അടിച്ചു മാറ്റിയതല്ല, അവൾ തന്നതാണ്. എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് ഇട്ടിട്ട് പോകുന്നതാണ്. പിന്നെ ഞാനിത് അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നോട് വിട്ടുപോയി. ഇതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടപ്പം വിട്ടുപോയി. വീട്ടിൽ തന്നെ കൊണ്ടുവയ്ക്കണം. അവൾക്ക് എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പം അവൾ കൂടുതലും വലിയ കമ്മൽ അങ്ങനെ ഇടാത്ത ഒരാൾ. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സാധനം. ഇതതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളത്. പിന്നൊരു സ്റ്റോൺ ഇതാ പോയി. ഇപ്പം ഞാൻ എടുത്തപ്പം പോയതാണ്. അത് ഞാൻ എൻ്റെ മുകളിൽ ഫില്ല് ചെയ്യും. ഇത് തൃശ്ശൂർ പൂരത്തിന് പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതാണ് കമ്മൽ. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സിൽവറിൻ്റെ കളക്ഷൻ. വീട്ടിലുള്ളത്, ഇവിടെ ഉള്ളത്. ഇനി എൻ്റെ വീട്ടിൽ ഇതിലും കൂടുതലുണ്ട്. അത് ഞാൻ വേറൊരു ദിവസം ഇതുപോലെ ഞാൻ പോകുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ ഞാൻ എടുത്തിടാം. അപ്പം ഈ ഒരു കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം. അപ്പം തുടരെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പം എല്ലാവരും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും തരിക. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കൂടാനുണ്ട്. അതുപോലെ എല്ലാവരെയും ഫാമിലി എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാറുണ്ട്. ഇനിയും ഒരുപാട് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ എനിക്ക് ഒരുപാട് വീഡിയോസ് ഇടാൻ ഉള്ള ഒരു എന്താ പറയുക, നമുക്കൊരാളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് തരുമ്പം കൂടുതൽ പ്രചോദനമാണല്ലോ നമുക്ക്. ഞാനിപ്പോൾ മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ക്ലാസ്സും തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ
ഞാൻ പുതിയ പുതിയ കണ്ടൻറ്റും വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും എത്തുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ.